In the respiratory management, the second modality is pre-measured catheter in order to avoid injury to the suture line. So catheter insert ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, യൂഷ്വലി നമ്മളൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് വരെ സക്ഷന് വേണ്ടിയിട്ട് catheter ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. സോ ഇവിടെ അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്യൂച്ചർ ലൈനിലുള്ള സ്യൂച്ചേഴ്സിനെ ഇത് ഹേർട്ട് ചെയ്തെന്ന് വരും. അതുകൊണ്ട് ഒരു പ്രീ മെഷേർഡ് ആയിട്ടുള്ള കാത്തീറ്ററിൻ്റെ ലെങ്ത് മാത്രമേ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദിസ് പ്രീ മെഷർ മീൻസ് അപ്രോക്സിമേറ്റ് മെഷർ ഫ്രം ദ ടിപ്പ് ഓഫ് ദ നോസ് ടു ദ ഇയർ ലോബ്. ഇത്രയും മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ കുട്ടിയുടെ ടിപ്പ് ഓഫ് ദ നോസിൽ നിന്നും ഇയർ ലോബിലേക്കുള്ള മെഷർമെൻറ്റിൻ്റെ അത്രയും മാത്രമേ കാത്തീറ്റർ നമ്മൾ സക്ഷൻ്റെ സമയത്ത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇൻ ബിറ്റ്വീൻ ensure the patency of the suction catheter and the depth marker is to be placed at the bedside. സോ ആ ബെഡ് സൈഡിൽ തന്നെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ഡെപ്ത് മാർക്കർ കുട്ടിയുടെ ബെഡ് സൈഡിൽ തന്നെ പ്ലേസ് ചെയ്യേണ്ടതാണ്. സോ പ്രീ മെഷേർഡ് catheter is inserted in order to avoid injury to the suture line, and this pre-measure means the length of the catheter is taken from the tip of the nose to the earlobe. In between, when you do suction, ensure that the suction catheter is patent and always have a depth marker at the bedside of the child. If respiratory distress is not relieved after suctioning, report the finding. So, നമ്മൾ സർജറിക്ക് ശേഷം സക്ഷൻ ചെയ്തതിന് ശേഷവും റെസ്പിറേറ്ററി ഡിസ്ട്രസ് മാറുന്നില്ല എങ്കിൽ ദെൻ ദർ ഇസ് എ കോംപ്ലിക്കേഷൻ ഫോർ ദ സർജറി. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി റിപ്പോർട്ടഡ് ഇമ്മീഡിയറ്റ്ലി. എ ചെസ്റ്റ് ട്യൂബ് ഓർ എ ഡ്രെയിൻ മേ ബി പ്ലേസ് നിയർ ദ അനാസ്റ്റമോസിസ് ഏരിയ. ഒബ്സർവ് ദ കളക്ഷൻ ഓഫ് ദ ഡ്രെയിനേജ് ട്യൂബ് ഫ്രം ദ അനാസ്റ്റമോട്ടിക് ലീഡ്. സോ നമ്മൾ ആ ഒരു എൻഡ് ടു എൻഡ് അനാസ്റ്റമോസിസ് ചെയ്യുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ആ ലൈഗേഷൻ നടത്തുന്ന സ്ഥലത്തും ഒക്കെ ആയിട്ട് ചെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. സോ ചെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത ശേഷം ഓൾവേസ് മെഷർ ദ കളക്ഷൻ ഡ്രെയിനേജ്. ആ ഒരു ചെസ്റ്റ് ട്യൂബിൻ്റെ ബോട്ടിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അകത്തെ ഡ്രെയിനേജിൻ്റെ കളറൊക്കെ നമ്മൾ നോക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലൈഗേഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? ട്രക്കിയയിലേക്ക് ഗ്യാസ്ട്രിക് കണ്ടന്റ് ആസ്പിറേറ്റ് ചെയ്യും. സോ കുട്ടി കഴിക്കുന്ന മിൽക്ക് അല്ലെങ്കിൽ കുട്ടി കഴിക്കുന്ന ഫീഡൊക്കെ ഈ ഒരു ചെസ്റ്റ് ട്യൂബിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ലൈഗേഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ കാണും. സോ അങ്ങനെ മിൽക്ക് അല്ലെങ്കിൽ ഫ്രോത്തി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കാണുകയാണെങ്കിൽ യു ഷുഡ് സസ്പെക്ട് ദാറ്റ് ദ ലൈഗേഷൻ ഇസ് നോട്ട് പ്രോപ്പർ. So a chest tube or a drain may be placed near anastomosis, and always observe the collection drainage for any anastomotic leak. അനാസ്റ്റമോട്ടിക് ലീക്ക് എന്ന് പറയുമ്പോൾ ലൈഗേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിൽ ആ ഒരു ഏരിയയിൽ ലീക്ക് ഉണ്ടാവും അല്ലേ. ആ ഒരു ഫിസ്റ്റുല കംപ്ലീറ്റ് ആയിട്ട് റിമൂവ്ഡ് ആവില്ല. അപ്പോൾ എഗെയിൻ ദ ഗ്യാസ്ട്രിക് കണ്ടൻസ് മേ ആസ്പിറേറ്റ് ഇൻ ടു ദ ട്രക്കിയ. അപ്പോൾ നമ്മൾ ആ കളക്ഷൻ ഡ്രെയിനേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടി വായിക്കൂടെ കഴിക്കുന്ന ഫീഡ് അല്ലെങ്കിൽ സലൈവ ഒക്കെ ചെസ്റ്റ് ട്യൂബിൽ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഷുഡ് നോർമലി നോട്ട് സീ. സോ അനാസ്റ്റമോട്ടിക് ലീക്ക് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. പുറിലൻറ്റ് ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ്. ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് ഭയങ്കര പുറിലൻ്റ് ആണ് അല്ലെങ്കിൽ ഫീഡ് അതിൽ കണ്ടു. 2, if the WBC counts are very high. WBC counts very high ആവുമ്പോൾ ആസ്പിറേഷൻ ന്യൂമോണിയനെയാണ് കാണിക്കുക. ആൻഡ് അഗെയിൻ ആസ്പിറേഷൻ ന്യൂമോണിയ may happen due to the anastomotic leak. And if there is temperature instability. Temperature instability ഒന്നെങ്കിൽ ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ ഹൈപ്പർതെർമിയ. Again that shows infection and that may also point out to a anastomotic leak. So always check for anastomotic leak. Observe for purulent chest drainage, increased WBC count and temperature instability. ഇനി കുട്ടിക്ക് 2 കാര്യങ്ങൾ കാണും അല്ലേ. ഒന്ന് ഒരു ഇസോഫാഗോസ്റ്റമി ഉണ്ടാവും, 2 ഒരു ഗ്യാസ്ട്രോസ്റ്റമി ഉണ്ടാവും. സോ ഈ 2 സാധനങ്ങളും എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. സോ അറ്റ് ദ ഇസോഫാഗോസ്റ്റമി അപ്ലൈ എ ലെയർ ഓഫ് പ്രൊട്ടക്റ്റീവ് ഓയിൽമെൻറ്റ്. ഇത് കൂടെ ആ ഇസോഫാഗോസ്റ്റമി കൂടെ എപ്പോഴും തുപ്പലൊക്കെ വെളിയിലേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ സറൗണ്ടിങ് ടിഷ്യൂവിൽ സ്കിൻ എക്സ്കോറിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സ്കിൻ എക്സ്കോറിയേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് യു ഹാവ് ടു അപ്ലൈ എ ലെയർ ഓഫ് പ്രൊട്ടക്റ്റീവ് ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ സ്കിൻ ബാരിയർ അപ്ലൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
A dressing or ostomy applies is to be applied to collect the drainage. So colostomy bag attach ചെയ്യുന്നത് പോലെ തന്നെ cervical isophagostomy റീജിയനിൽ നമ്മൾ ഒരു ഓസ്റ്റമി ബാഗ് അറ്റാച്ച് ചെയ്യും in order to collect the drainage from the esophagostomy. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന്, സ്കിൻ ബാരിയർ അപ്ലൈ ചെയ്യണം in order to protect the skin. രണ്ട്, ഒരു കളക്ഷൻ ബാഗ് അറ്റാച്ച് ചെയ്യണം and that is done in order to collect the drainage. Now coming to the care of gastrostomy. ഗ്യാസ്ട്രോസ്റ്റമീനെ എങ്ങനെയാണ് കെയർ ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ the various measures are: gastrostomy tube is connected to gravity drainage until the infant can tolerate feeding. സോ സർജറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബൊക്കെ എടുത്തിട്ട് കുട്ടിക്ക് ഫീഡ് കൊടുക്കുകയൊന്നും ചെയ്യില്ല. കുട്ടി ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് കണ്ടിന്യൂസ് ഡ്രെയിനേജിലായിരിക്കും ഇടുക. കണ്ടിന്യൂസ് NG ഡ്രെയിനേജ് ചെയ്യുന്ന പോലെ തന്നെയാണ് കണ്ടിന്യൂസ് ഗ്യാസ്ട്രോസ്റ്റമി ഡ്രെയിനേജ് ചെയ്യുക. ഒരു കത്തീറ്റർ ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എൻഡ് ഓപ്പൺ ആക്കി ഇടും ടു എ ബോട്ടിൽ വിച്ച് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ബെഡ് സൈഡ്. ആൻഡ് ഇത് അപ്പോൾ ഗ്യാസ്ട്രിക് കണ്ടൻസ് നാച്ചുറലി വെളിയിലേക്ക് ഡ്രെയിൻഡ് ഔട്ട് ആവും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. It should never be elevated not more than 4 inches above the level of stomach. സോ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോകാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഒന്ന് നല്ലപോലെ 90 ഡിഗ്രിയിൽ പൊക്കി പിടിക്കുക അല്ലേ? സോ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. 4 ഇഞ്ചസിൽ മേളിൽ ആ ഒരു ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് പാടില്ല. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അവോയ്ഡ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ in order to avoid reflux into the healing esophagus. സോ നമ്മളിങ്ങനെ കണ്ട മാതിരി ഉയർത്തിപ്പിടുത്തുമ്പോൾ ഒത്തിരി ഫീഡ് ഉള്ളിലേക്ക് പോവും. അതൊരു റീഗർജിറ്റേഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഫീഡൊക്കെ റിഫ്ലക്സ് അല്ലെങ്കിൽ റീഗർജിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ എനാസ്റ്റമോസിസിൻ്റെ സൈറ്റിലെ സ്യൂച്ചേഴ്സിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ടു ബി അവോയ്ഡഡ്. സോ പ്രിവെൻറ്റ് റിഫ്ലക്സ് ഇൻ ടു ദ ഹീലിംഗ് ഇസോഫാഗസ്. രണ്ട്, പെർമിറ്റിംഗ് ദ എയർ ടു എസ്കേപ്പ്. സോ എയറിനെ കഴിവതും ഉള്ളിലേക്ക് പോവാതെ എയറിനെ ഒന്ന് വെളിയിലേക്ക് കളയാനായിട്ട് ഈ ഒരു പൊസിഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ടു എൻകറേജ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആൻഡ് ഫീഡിങ് ടു ഡ്രെയിൻ ഇൻ ടു ദ ഡിയോഡിനം. സോ ഗ്യാസ്ട്രിക് സെക്രീഷൻസും അതുപോലെ തന്നെ ഡിയോഡിനവും മുന്നോട്ടുള്ള പാത്വേയിലേക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. So the gastric tube is never to be elevated not more than 4 inches above the stomach level, as in order to prevent the reflux or the regurgitation into the healing esophagus, to permit the air to escape out of the esophagus, to encourage the gastric secretions and the feeding to drain into the duodenum. ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: before starting oral feeding, a contrast study or a esophagogram is to be done in order to see for anastomotic leakage. സോ നമ്മൾ പറഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫീഡ് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലേ? കുറച്ച് നാൾ പിടിക്കും. ആ ഒരു കുറച്ച് ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് ഉറപ്പ് വരുത്തണം അനാസ്റ്റമോട്ടിക് ലീക്ക് ഒന്നും ഇല്ല എന്ന്. എന്തുകൊണ്ടായത്? അനാസ്റ്റമോട്ടിക് ലീക്ക് ഉണ്ടെങ്കിൽ ആസ്പിറേഷനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അനാസ്റ്റമോസ്റ്റിക് ലീക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദാറ്റ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇസോഫാഗോഗ്രാം. Gastrostomy feeding may be started when the esophageal anastomosis is healed. സോ ഈ ഒരു ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇസോഫാഗിയൽ അനാസ്റ്റമോസിസ് പ്രോപ്പറായിട്ട് ഹീലായി എന്ന് ഉറപ്പ് വരുമ്പോൾ വി ക്യാൻ ഇനീഷ്യേറ്റ് എ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ്. ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് കൊടുക്കുമ്പോൾ NG റീപ്ലേസ്മെൻറ്റ് NG ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മറ്റേ സർജറിയിൽ പറഞ്ഞിരുന്നു. NG ഫീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ എന്താ ചെയ്യുക? മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുക? അല്ല, ആദ്യമേ ഒരു ഡെക്സ്ട്രോസ് സൊല്യൂഷനാണ് കൊടുക്കുക. അതിനുശേഷം ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കൊടുക്കും. രണ്ടും കുട്ടി ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതും കുട്ടി ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയാണ് ഫീഡ് സ്റ്റാർട്ട് ചെയ്യുക. സെയിം പാറ്റേൺ ആണ് നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ ആദ്യമേ ടെസ്റ്റ് ഫീഡാണ് കൊടുക്കുക. ടെസ്റ്റ് ഫീഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വാട്ടർ അല്ലെങ്കിൽ ഡെക്സ്ട്രോസ് സൊല്യൂഷൻ ആണ് കൊടുക്കുക. അതിനുശേഷം then we will gradually increase the amount of test dose that is done. പിന്നെ we will go into normal diet.
During initial feeding, the child should be observed